ഞാനൊരു വേശ്യാലയം എക്സ്പെർട്ട് അല്ലാത്തത് കൊണ്ട് എനിക്ക് വലിയ വൈദഗ്ധ്യമുള്ളൊരു ഉത്തരം പറയാൻ പറ്റുമെന്ന് തോന്നില്ല. ഒരു നല്ല കക്കൂസ് പണിതിട്ടാൽ നിങ്ങൾക്ക് സമ്പന്നനാകാം. സംശയമുണ്ടോ? എങ്ങനെയാണ് ഈ കരിങ്കല്ല് കൊണ്ടാണല്ലോ നിങ്ങൾ പറഞ്ഞ കക്കൂസ് പോലെയുള്ള ചെറിയ സാധനങ്ങൾ വരെയും ഇവിടെ നിർമ്മിക്കുന്നത്? എങ്ങനെയാണ് ഈ ഒരു പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുന്നതോടുകൂടെ വികസനം സാധ്യമാക്കുന്നത്? അതാ KSRTC പോലുള്ള ഒരു നല്ലൊരു ഓർഗനൈസേഷൻ ഉണ്ട്, ബസ് ഉണ്ട്, സർവീസസ് ഉണ്ട്, റൂട്ട്സ് ഉണ്ട്. കടമെടുത്തിട്ടായാലും ഫണ്ട് കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറുമാണ്. എന്തുകൊണ്ട് ഇതൊരു പ്രോഫിറ്റബിൾ ആയിട്ട് നടത്താൻ പറ്റുന്നില്ല? ഈ ചോദ്യങ്ങൾ ഓരോന്നോരോന്ന് കേട്ടു വരുമ്പോൾ ഇതിന്റെ എല്ലാ ഉത്തരവാദി ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു. കക്കൂസ് കഴുകാത്തതെന്ത്, KSRTC സ്റ്റാൻഡ് വൃത്തിയാക്കാത്തതെന്ത്, ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നവരാണെന്ന് എനിക്കറിയാം. ഇന്ന് ഭക്ഷണം ഇല്ല എന്ന് തോന്നുന്നു അല്ലേ? ഈ പ്രോഗ്രാമിൽ അങ്ങനെ ഒരു സംഭവമില്ല. ഉണ്ട് സർ. ഈ 1 മണിക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഭക്ഷണവും കൂടെ ചേർന്ന ഒരു പരിപാടിയിലേക്കാണ് എന്നെ ക്ഷണിച്ചതെന്നാണ്. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാം നോക്കുമ്പോൾ ഇതിനകത്ത് 11 മണിക്ക് ഒരു ടീ ബ്രേക്ക് കഴിഞ്ഞാൽ പിന്നെ എന്തോ നേരെ എന്താ ടീ കിട്ടിയില്ല. ഇത് വലിയ ചതിവാണ് കേട്ടോ. നിങ്ങളൊക്കെ അങ്ങനെ തന്നെ വന്നതായിരിക്കണം. ഞാനിപ്പോൾ ഒരു 2.5 മണിക്കൂർ വണ്ടി ഓടിച്ച് ഞായറാഴ്ച വന്നതാണ്. അപ്പോൾ വലിയൊരു പ്രലോഭനം ആണ് മുമ്പിലുണ്ടായിരുന്നത്, നഷ്ടപ്പെട്ടു. ഓക്കെ, പക്ഷേ വളരെ സന്തോഷമുണ്ട്. വളരെ വ്യത്യസ്തമായി ചിന്തിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്ന, ചിന്തിക്കുന്ന ഒരു കൂട്ടായ്മയോടൊപ്പം ഒരു ഉച്ചനേരത്ത് സമയം പങ്കിടുക, ചെലവഴിക്കുക വളരെ സന്തോഷമുള്ള കാര്യമാണ്. കേരളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രതീക്ഷ നൽകുന്ന ചില കാര്യങ്ങളിൽ ഒന്ന്, ഇത്തരത്തിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന യുവാക്കൾ ഈ നാട്ടിലുണ്ട് എന്നത് തന്നെയാണ്. നമ്മുടെ പല കാലഘട്ടങ്ങളിലെ കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ വ്യത്യസ്തമായി ചിന്തിച്ച യുവാക്കൾ ആണ് നമ്മളെ ഇവിടെ വരെ എത്തിച്ചത്. എന്നാൽ ചിന്ത മുരടിച്ചു പോയ യുവജനങ്ങൾ പല കാലഘട്ടത്തിലും കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അത് കേരളത്തെ പല ഘട്ടത്തിലും പിന്നിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തിൽ തീർച്ചയായും യുവസമൂഹം വളരെ വ്യത്യസ്തമായ ചിന്തകളും പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങിയാൽ മാത്രം കേരളത്തെ നമുക്ക് മറ്റൊരു തലത്തിലേക്ക് പിടിച്ചുയർത്താൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പലപ്പോഴും ഈ ലോകയാത്രകൾക്കിടയിൽ വളരെ അത്ഭുതത്തോടെ കണ്ടിട്ടുള്ള പല നാടുകളുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ആഫ്രിക്കൻ രാജ്യത്തായിരുന്നു. റുവാണ്ട എന്ന് കേട്ടിട്ടുണ്ടാവും. റുവാണ്ട മധ്യ ആഫ്രിക്ക എന്ന് വേണേൽ പറയാം, അല്ലെ കിഴക്കൻ ആഫ്രിക്ക എന്നും വേണേൽ പറയാം. ആഫ്രിക്കയുടെ ഏതാണ്ട് ഒരു മധ്യഭാഗത്താണത്. 1994 അന്നത്തെ അവിടുത്തെ ജനസംഖ്യ ഏതാണ്ട് 80 ലക്ഷമാണ്. 80 ലക്ഷത്തിനും 90 ലക്ഷത്തിനും ഇടയിൽ. ആ കാലഘട്ടത്തിൽ 2 ഗോത്രങ്ങൾ തമ്മിലുണ്ടാക്കിയ ഏറ്റുമുട്ടലിൽ അല്ലെങ്കിൽ ആഭ്യന്തര കലാപത്തിൽ, വംശീയ കലാപത്തിൽ ഏതാണ്ട് 12 ലക്ഷം ആളുകൾ 3 മാസം കൊണ്ട് കൊല്ലപ്പെട്ട ഒരു നാട്. കേരളത്തിൻ്റെ അത്ര വിസ്തൃതിയുള്ള ഒരു ഭൂഭാഗം, 80 ലക്ഷത്തോളം ജനങ്ങൾ, അതിലെ ഏതാണ്ട് 10-15% ആളുകൾ 3 മാസം കൊണ്ട് ഇല്ലാതായിപ്പോയി. അത്ര കൊടിയ കൂട്ടക്കൊല നടന്നിരുന്നാണ്. ഭീകരമായ കൂട്ടക്കൊല. രാഷ്ട്രീയമായ കാരണങ്ങളും വംശീയമായ കാരണങ്ങളും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ 30 വർഷത്തിന് ശേഷം ഇന്ന് റുവാണ്ട ചെല്ലുമ്പോൾ നിങ്ങൾ കാണുന്നത് മറ്റൊരു റുവാണ്ടയാണ്. ആ രാജ്യത്തിൻ്റെ തലസ്ഥാനം കിഗാലി എന്ന് പറയും. കിഗാലി
ഈ കിഗാലി നഗരത്തിൻ്റെ ചില ഭാഗങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ സഞ്ചരിച്ചപ്പോൾ എനിക്ക് ഒരു സംശയം. ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത് സിംഗപ്പൂരിൻ്റെ ഒരു ഭാഗത്തൂടെയാണോ, വാഷിങ്ടൺ DC-യുടെ ഒരു ഭാഗത്തൂടെയാണോ എന്നെനിക്ക് സംശയം തോന്നുന്ന മട്ടിൽ സിംഗപ്പൂരും വാഷിങ്ടൺ DC-യും ലോകത്തെ ഏറ്റവും ഉദാത്തമായ നഗരങ്ങളെന്ന അർത്ഥത്തിലല്ല, അടിസ്ഥാന സൗകര്യങ്ങളും പ്ലാനിങ്ങും അവിടുത്തെ ലാൻഡ്സ്കേപ്പിങ്ങും അവിടെ ആ നഗരത്തിന് കൊടുത്തിരിക്കുന്ന ലേഔട്ടും ശാസ്ത്രീയതയും ഒക്കെ നോക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നു. റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കെല്ലാം കണ്ടുമുട്ടുന്ന പോലീസുകാരുണ്ട്. ഈ പോലീസുകാരെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നു. ഒരു ആഫ്രിക്കൻ രാജ്യത്ത്, എനിക്ക് പല ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് പരിചയമുണ്ട്. അവിടുത്തെ പോലീസുകാരുടെ ഒരു രീതിയും സ്വഭാവവും എനിക്ക് നല്ല നിശ്ചയമുണ്ട്. പക്ഷേ ഈ നാട്ടിലെ പോലീസുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ കാറിലിരിക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ആദ്യം ചോദിക്കുന്നത്, ഇന്ന് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഈ പോലീസുകാരനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കണം ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ നിങ്ങൾ ചോറുണ്ടോ എന്ന് ചോദിക്കാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം മനുഷ്യൻ ഒരു പോലീസുകാരനോടാണല്ല സംസാരിക്കുന്നത്, നമ്മുടെ ഏതോ ഒരു അടുത്ത ബന്ധുവിനോടോ സുഹൃത്തിനോടോ സംസാരിക്കുന്ന പോലെ സംസാരിച്ച് തുടങ്ങുകയും അവസാനം എത്തുമ്പോൾ കാര്യം പറഞ്ഞ് നിങ്ങൾ ഒരു ചെറിയ ട്രാഫിക് വയലേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് ഞങ്ങളൊരു 5000 രൂപ പിഴയിടാൻ പോവാണ് എന്ന് പറഞ്ഞ് വളരെ സ്നേഹപൂർവ്വം പിഴയിടിച്ച് പോകുന്ന പോലീസുകാരുണ്ട് അവിടെ. സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ പോകാത്ത ഒരു കാലമായിരുന്നു ഈ കൂട്ടക്കൊലകൾക്ക് ശേഷം. കാരണം സ്കൂളുകൾ, ദേവാലയങ്ങൾ, പൊതുസ്ഥാപനങ്ങളെല്ലാം കത്തിച്ച് തകർത്ത് കളഞ്ഞു. റുവാണ്ട ഹോട്ടൽ എന്ന് മറ്റോ പറഞ്ഞൊരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഈ റുവാണ്ട കൂട്ടക്കൊലയെ സംബന്ധിച്ച് നിരവധി സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്കറിയാം, വേണ്ട ഇപ്പം തന്നെ ഗൂഗിളിൽ നിങ്ങൾ ഇമേജസിൽ സെർച്ച് ചെയ്താൽ ആ റുവാണ്ടൻ കൂട്ടക്കൊലയുടെ കാലത്തെ റുവാണ്ട എന്തായിരുന്നു മനസ്സിലാവും. വെറും 30 വർഷം കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലെ സംവിധാനങ്ങളും സിസ്റ്റവും അടിസ്ഥാന സൗകര്യങ്ങളും, അല്ലെങ്കിൽ ഏത് വികസിത നാട്ടിലെയും അടിസ്ഥാന സൗകര്യങ്ങളും സംവിധാനങ്ങളും വളർത്തിയെടുത്ത് ഒരു രാജ്യത്തെ പുനഃസൃഷ്ടിച്ചു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തും. ഇതൊക്കെ സാധ്യമാണോ? ഇത് സാധ്യമായത് എങ്ങനെയെന്ന് ഞാൻ ഈ യാത്രക്കിടയിൽ എല്ലാം ഇത് ചിന്തിക്കുന്നുണ്ട്. ഒരു ഭരണാധികാരി, എനിക്ക് തോന്നുന്നു പോൾ കഗാമ എന്ന് പറയുന്ന ആളാണ് പ്രസിഡന്റ്. കഴിഞ്ഞ 20 വർഷമായിട്ട് അദ്ദേഹം തന്നെയാണ് പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ മാത്രമാണോ? ആയിരിക്കില്ല. വിഷനുള്ള ഭരണാധികാരികൾ നമുക്കുണ്ട്, നമുക്കുണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ എവിടെയാണ് ഒരു നല്ല ആശയം ഒരു രാഷ്ട്രത്തിൽ, ഒരു നാട്ടിൽ വിജയകരമായി നടപ്പാവുകയും ആ രാജ്യം പുരോഗതിയിലേക്ക് വളരുകയും ചെയ്തതെന്ന് ചോദിച്ചാൽ, അത് ആ നല്ല ആശയത്തെ അത് ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അതിനെ നെഞ്ചേറ്റുന്ന ഒരു സമൂഹം ഉള്ളപ്പോഴാണ്, ഒരു പൊതുസമൂഹം അതിന് തയ്യാറാവുമ്പോഴാണ്. മാറ്റങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് കൂടി ആവശ്യങ്ങളായി രൂപപ്പെട്ടു വരുമ്പോൾ നാട് മാറും. കൂട്ടക്കൊലയിൽ, കൂട്ടക്കുരുതിയിൽ, വംശഹത്യയിൽ എല്ലാം നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമായ ഒരു രാജ്യത്തിന് മുന്നിൽ ഒരു പ്രതീക്ഷയുടെ നാളം കണ്ടപ്പോൾ ആ ജനം പൂർണ്ണ മനസ്സോടെ ആ മാറ്റങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായതാണ് ഈ കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഇന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഏറ്റവും മികച്ച ഭരണ സംവിധാനമെന്നും ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുള്ള രാജ്യമെന്നും ഏറ്റവും കൂടുതൽ വളർച്ച നേടുന്ന നാടെന്നും പ്രകൃതിയെ ഏറ്റവും അധികം സംരക്ഷിച്ചുകൊണ്ട് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നടത്തുന്ന രാജ്യമെന്നും ഒക്കെയുള്ള വിശേഷം വരുന്നു. നിങ്ങൾ ഇന്ന് വൈകിട്ട് പോയിട്ട് ഈ റുവാണ്ടയെക്കുറിച്ചൊന്നും പഠിക്കുന്നതല്ല. അവരുടെ സർവ്വമേഖലയിൽ അവരുടെ ടൂറിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് മൗണ്ടൻ ഗൊറില്ലകൾ ആ നാട്ടിലുണ്ടെന്നുള്ളതാണ്. അവിടെയാണ് പ്രധാനമായിട്ട് ഈ മൗണ്ടൻ ഗൊറില്ലകൾ. തൊട്ടടുത്തുള്ള ടാൻസാനിയയിലും ഉഗാണ്ടയിലുമൊക്കെ മറ്റ് ജീവജാലങ്ങൾ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ധാരാളമുള്ളപ്പോൾ ഇവർക്ക് പ്രധാനമായിട്ടുള്ളത് ഈ മൗണ്ടൻ ഗൊറില്ലകളാണ്. അപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട് ഈ മൗണ്ടൻ ഗൊറില്ലകളെ കാണാൻ. അത് എത്ര പേരെ വേണമെങ്കിലും അവർക്ക് സ്വീകരിക്കാൻ പറ്റും, ഒരു രാഷ്ട്രം തീരുമാനിച്ചാൽ മതി. പക്ഷെ അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമമുണ്ട്. ഈ മൗണ്ടൻ ഗൊറില്ലകളുള്ള പ്രദേശത്തേക്ക്, അല്ലെങ്കിൽ ഒരു മൗണ്ടൻ ഗൊറില്ലയുടെ ഒരു ഫാമിലിയെ കാണാൻ ഒരു ദിവസം നിശ്ചിത എണ്ണം ആളുകളെ മാത്രമേ വരൂ.
ഈ മൗണ്ടൻ ഗൊറില്ലകൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു സ്ക്രീനിൽ നമുക്ക് അവരുടെ ബേസ് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോൾ കാണാം. റഡാർ സംവിധാനങ്ങളുണ്ട്, അത് സ്കാൻ ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്, അവരുടെ മൂവ്മെൻറ്റ് കൃത്യമായി ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഓരോ മൗണ്ടൻ ഗൊറില്ല ഫാമിലിക്കും പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടി ആംഡ് ആയിട്ടുള്ള റേഞ്ചർമാരെ നിയോഗിച്ചിരിക്കുകയാണ് ആ രാജ്യത്ത്, ആ വനപ്രദേശങ്ങളിൽ മുഴുവൻ. നമുക്ക് ബേസ് സ്റ്റേഷനിൽ പോയി നിന്നിട്ട് കിലോമീറ്ററുകൾ വനത്തിലൂടെ നടന്ന് ഇവരുടെ സാന്നിധ്യത്തിൽ നടന്നെങ്കിൽ മാത്രമേ അവിടെ എത്താൻ കഴിയും. എന്നാൽ അവർക്ക് ബിസിനസ്സും അറിയാം. മൗണ്ടൻ ഗൊറില്ലയെ കാണാൻ ഒരാൾക്ക് കയറിപ്പോകണമെങ്കിലുള്ള പാസ് ഏതാണ്ട് $1200 എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൗണ്ടൻ ഗൊറില്ലയെ കാണണമെങ്കിൽ 1,00,000 ചില്ലാനം രൂപ മുടക്കണം അവിടെ ചെന്നിട്ട്. 8-10 പേരെ ഒരു ദിവസം അനുവദിക്കുകയുള്ളൂ. നമ്മൾ 1800 പേരെ കയറ്റിവിടുകയും $8 ചാർജ് ചെയ്യുകയും ചെയ്യുന്ന സംവിധാനത്തിലൂടെ ടൂറിസത്തെ ലിബറലാക്കുന്ന ഒരു ലോകമാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ് അത് ചെയ്യുന്നത്. അപ്പോൾ പുതിയ ആശയങ്ങൾ, സിസ്റ്റമാറ്റിക്കായ ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം റുവാണ്ടക്കാരുടെ സാധാരണ പൗരന്മാരുടെ ശാസ്ത്രജ്ഞന്മാരുടെ ബുദ്ധിയിൽ നിന്നുണ്ടായതല്ല. ഞാൻ ചോദിച്ചു, ഈ കിഗാലി പോലുള്ള പട്ടണങ്ങളെയൊക്കെ ഇത്തരത്തിൽ ഡിസൈൻ ചെയ്യാൻ, രൂപീകരിക്കാൻ അത്ര പ്രാപ്തി ഈ രാജ്യത്തിനുള്ളതാണോ? അപ്പോൾ അവിടെ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ടൗൺ പ്ലാനിങ്ങിനും ഡിസൈനിങ്ങിനും എല്ലാം ഇവരാശ്രയിക്കുന്നത് ഇൻ്റർനാഷണൽ ഏജൻസിയുടെ ഒരു സിംഗപ്പൂർ ഏജൻസിയാണ് ടൗൺ പ്ലാനിങ്ങിൻ്റെ ചുമതല. അവിടുത്തെ വില്ലേജ് ഓഫീസുകൾ അല്ലെങ്കിൽ പ്രാദേശിക സർക്കാരിൻ്റെ ആസ്ഥാനം ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് ഡിസൈൻ ചെയ്ത് ഒരു കെട്ടിടം ഇവർ ലോകത്തിലെ ഏറ്റവും മികച്ച ഡിസൈൻ ഫേമിനെ കൊണ്ട് ചെയ്യിക്കും. എന്നിട്ട് എല്ലാ ഗ്രാമത്തിലേക്കും ഇതിൻ്റെ കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യും. എല്ലാത്തിനും ആ രാജ്യത്ത് ഒരു രൂപമായിരിക്കും. പോലീസ് സ്റ്റേഷൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ നെൽകൃഷി ഈ കലാപത്തിന് ശേഷം നിലച്ചു പോയിരുന്നു. അതിനെ നവീകരിച്ചെടുത്തത് ഒരു ഇന്ത്യക്കാരനാണ്, ഒരു തമിഴ്നാട്ടുകാരനായിരുന്നു അതിൻ്റെ ചുമതലക്കാരൻ. നെൽകൃഷി ഇന്ന് സഹകരണ സംഘങ്ങളായി, കോപ്പറേറ്റീവ്സായി കൃഷിയെ വളർത്തുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ ഓരോ കോപ്പറേറ്റീവിൻ്റെയും തലപ്പത്തിരിക്കുന്നത് മിക്കവാറും ഒരു സ്ത്രീയായിരിക്കും. അവരുടെ അഡ്വൈസറായിട്ടോ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിട്ടോ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ്. കാരണം ഈ പണം കൈകാര്യം ചെയ്യുന്നത് സ്ത്രീകളാണ് അവിടെ. പുരുഷന്മാരുടെ കയ്യിലേക്ക് പണം ചെന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ദുർവ്യയം ചെയ്യപ്പെടും എന്നുള്ള ചിന്തയിലായിരിക്കാം. ഓരോ മേഖലയിലും ഇത്തരത്തിൽ വളരെ സിസ്റ്റമാറ്റിക്കായി, വളരെ ആസൂത്രിതമായി വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ റുവാണ്ട പോലൊരു നാട്ടിൽ നടക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ ചെറുപ്പക്കാരുടെ ചിന്തകളിലേക്ക് കേരളത്തിൽ വരികയും അത് നടപ്പാക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്താൽ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. നമ്മളുടെ ചെറുപ്പക്കാർ, നമുക്കറിയാം, ഇവിടെ വലിയ പ്രതീക്ഷ ഇല്ല എന്ന ചിന്തയിൽ, ഈ നാട്ടിൽ നിന്നിട്ട് വലിയ കാര്യമില്ല എന്നുള്ള ചിന്തയിൽ അന്യരാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നൊരു കാലമാണ്. ആ ചിന്തയ്ക്കൊരു മാറ്റം വരുത്താൻ ചെറുപ്പക്കാരുടെ ഒരു മുന്നേറ്റം തന്നെ ആവശ്യമായി വന്നിരിക്കുകയാണ്. ഞാൻ കുറച്ചു മുമ്പ് തിങ്ക് കേരള ടീമുമായിട്ട് സംസാരിക്കുമ്പോൾ ഇതിനെ എങ്ങനെ ഗവൺമെൻറ് ഏജൻസികളിലേക്ക് അവരിലൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയും, അവരുടെ അനുമതികൾ വാങ്ങി ചെയ്യാൻ കഴിയുമെന്നൊക്കെ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലാണ് എന്ന് സൂചിപ്പിച്ച് എൻ്റെ അടുത്ത്. ഞാൻ ഇതിനെ കാണുന്നത് മറ്റൊരു രീതിയിൽ തന്നെയാണ്. നമ്മൾ എന്തിനാണ് ഈ പറഞ്ഞ ഗവൺമെൻറ് ഏജൻസികളുടെ ഒക്കെ സൗകര്യത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത്? നല്ല കാര്യം ചെയ്യാൻ ഏത് ഗവൺമെൻറ്റെങ്കിലും നമുക്ക് തടസ്സം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെറുപ്പക്കാരുടെ മുന്നേറ്റം, ചെറുപ്പക്കാരുടെ ഇത്തരം വ്യത്യസ്ത മേഖലകളിലുള്ള കോപ്പറേറ്റീവുകൾ, വ്യത്യസ്തമായി ഇതിനെ നടപ്പാക്കാൻ കഴിയുന്ന ആളുകളുടെ ടീമുകൾ രൂപപ്പെടുത്തി ഓരോ മേഖലയിലും നമുക്ക് പ്രവർത്തനം ആരംഭിക്കാവുന്നതല്ലേ ഉള്ളൂ. സത്യത്തിൽ വലിയ സാധ്യതകൾ മുന്നിലുള്ള ചിന്തകളാണ് ഇപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. ഇതിനെ നടപ്പാക്കുന്ന ഘട്ടത്തിലേക്കാണ് നമ്മൾ അധികം താമസിയാതെ പോകുന്നത്. ഒരു ഗവൺമെൻറ്റിന് പല വകുപ്പുകളുടെ മന്ത്രിസഭകൾ ഉള്ളതുപോലെ തന്നെ തിങ്ക് കേരള ഇനീഷ്യേറ്റീവിന് പല വിഭാഗങ്ങളായി പല മിനിസ്ട്രികൾ ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നിട്ട് ആ മിനിസ്ട്രികൾ ഓരോ മേഖലയിലും പ്രവർത്തനം ആരംഭിക്കണം.
സമൂഹം കൂടെ നിൽക്കും. ഇന്ന് നമുക്കറിയാം, ചെറുപ്പക്കാർ തന്നെ ഓരോ യുവാവും ഓരോ യുവതിയും ഒരു മാധ്യമ സ്ഥാപനം തന്നെയാണ്. നിങ്ങളൊരു നല്ല കാര്യത്തിൽ തുടക്കമിട്ടാൽ നിങ്ങളുടെ കയ്യിലെ മൊബൈൽ ഫോണിലൂടെ അത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക്, സമൂഹത്തിലേക്ക് എത്തുകയും അത് നല്ലതാണെങ്കിൽ ഹൃദയം തുറന്ന് അപ്രീഷിയേറ്റ് ചെയ്യുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ നമുക്ക് പരമ്പരാഗതമായ ചിന്തകൾ, നമ്മൾ ഏത് പുതിയ ആശയം കൊണ്ടുവന്നാലും ഇതെല്ലാം സർക്കാർ അനുമതികളോടുകൂടി, അല്ലെങ്കിൽ സർക്കാർ പണത്തോടുകൂടി, അല്ലെങ്കിൽ ബജറ്റിന്റെ ഭാഗമായി പണം അനുവദിക്കപ്പെട്ട് മാത്രമേ നടപ്പാകൂ എന്നുള്ള ചിന്ത മാറ്റണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിരവധി കാര്യങ്ങൾ ഈ കേരളത്തിലുണ്ട്. അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഗഹനമായ ചർച്ചകളും ചിന്തകളും രൂപപ്പെടേണ്ടതുണ്ട്. അപ്പോൾ തിങ്ക് കേരള എന്ന ഈ ഒരു ചെറിയ സമൂഹം, ഒരു വർഷം മുമ്പ് അല്ലെ 1.5 വർഷം മുമ്പ് 10-30 പേരിൽ നിന്ന് ആരംഭിച്ച ഈ ഒരു സംഘം അടുത്ത 2-3 വർഷം കൊണ്ട് കേരളത്തിലെ ചിന്താശേഷിയുള്ള എല്ലാ ചെറുപ്പക്കാരുടെയും ഒരു പ്ലാറ്റ്ഫോമായിട്ട് വളരണം. അങ്ങനെ വളരുമ്പോൾ എല്ലാവരും എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്ന ആളുകളല്ലാതെ ഈ ആളുകളെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10-30 വിഭാഗങ്ങളായിട്ട് തിരിക്കണം. ഓരോ മേഖലയിലെയും വൈദഗ്ധ്യമുള്ള ആളുകളെ ചേർത്ത് ഒരു ഗവൺമെന്റിന്റെ വിവിധ മിനിസ്ട്രികൾ പോലെ തിങ്ക് കേരളയുടെ വിവിധ മിനിസ്ട്രികൾ ഉണ്ടാവണം. പ്രകൃതി സംരക്ഷണത്തിന്റെ മിനിസ്ട്രി, സൗന്ദര്യവൽക്കരണത്തിന്റെ മിനിസ്ട്രി, ശുചിത്വത്തിന്റെ മിനിസ്ട്രി, ഫ്യൂച്ചർ എനർജി റിസോഴ്സസ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ മിനിസ്ട്രി. അതിന് കൃത്യമായ മാസ്റ്റർ പ്ലാൻ ഉണ്ടാവണം. ആ മാസ്റ്റർ പ്ലാനിൽ എത്ര കാലം കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ എത്ര ഘട്ടത്തിലേക്ക് വളർത്തുമെന്നുള്ള പദ്ധതി ഉണ്ടാക്കണം. അത് നടപ്പാക്കാനുള്ള പണം എങ്ങനെ സ്വരൂപിക്കാമെന്നുള്ള കാഴ്ചപ്പാടുണ്ടാവണം. തീർച്ചയായും നല്ല ആശയവുമായി മുന്നിട്ടിറങ്ങിയാൽ കേരളത്തിൽ പണം ഒരു തടസ്സമല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 1 മാസം മുമ്പ് ഒരു ജയിലിൽ നിന്ന് ഒരാളെ മോചിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരം നടത്തി ഏതാനും ആളുകൾ മുന്നിട്ടിറങ്ങിയപ്പോൾ എത്ര കോടി രൂപ 2-3 ദിവസം കൊണ്ട് സ്വരൂപിക്കാൻ കഴിയുമെന്ന്. മനുഷ്യരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ മാത്രമല്ല അത്തരത്തിൽ പണം ഉപയോഗിക്കാവുന്നത്. കേരളത്തിൽ നിന്ന് യുവാക്കളെ നാട് കടത്തുന്നതിനെതിരെ നമുക്ക് പണം ശേഖരിക്കാൻ പറ്റും. നാട് കടന്നാലല്ലേ മറ്റു രാജ്യത്തെ ജയിലിൽ പോയി കിടക്കേണ്ടി വരുള്ളൂ. ഇവിടെ തന്നെ ജീവിക്കുന്ന ഒരാൾക്ക്, ഇവിടെ തന്നെ അവന്റെ പ്രതിഭകളെ സമർപ്പിക്കാൻ കഴിയുന്ന ഒരാൾക്ക് അവന്റെ പ്രതിഭയെ ഈ നാടിന് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ ഈ നാട് അന്യനാടുകളിൽ പോയി തൊഴിലെടുത്ത് ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് തിങ്ക് കേരള എന്ന ഇനീഷ്യേറ്റീവ് അടുത്ത 1 വർഷം കൊണ്ട് 10,000-കണക്കിന് ചെറുപ്പക്കാരിലേക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പ്രസ്ഥാനമായി മാറണം. നമ്മൾ ചെറുപ്പക്കാർക്ക് കൊടുക്കേണ്ടത് പ്രതീക്ഷയാണ്. ഈ നാട് എല്ലാ സാധ്യതകളും ഉള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ തൊഴിൽ തേടിപ്പോയ നാടുകളിൽ എവിടെയാണ് നമ്മളെക്കാൾ നല്ല പ്രകൃതി, നമ്മളെക്കാൾ നല്ല സൗകര്യങ്ങൾ, നമ്മളെക്കാൾ സ്നേഹബന്ധങ്ങളുള്ള സമൂഹം, ഇതൊക്കെ ഉള്ളത് എവിടെയാണ്? പക്ഷേ നിവൃത്തികെട്ട് നമ്മൾ പോവുകയാണ്. നിവൃത്തികെട്ട് മാത്രമാണ് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 10 ദിവസം അവധി കിട്ടിയാൽ ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നവരാവട്ടെ, യൂറോപ്പിൽ ജോലി ചെയ്യുന്നവരാവട്ടെ, അമേരിക്കക്കാരൻ പോലും ആവട്ടെ, തിരിച്ച് ഈ നാട്ടിലേക്ക് വരാൻ കൊതിക്കുന്നുണ്ട്. ഈ നാട്ടിലെ മഴക്കാലവും വളരെ ക്ലീഷയായി പോയതുപോലെ തന്നെ ഈ നാട്ടിലെ മഴക്കാലവും ഒരു കട്ടൻ ചായയും ജോൺസൺ മാഷിന്റെ പാട്ടും വരാന്തയിലെ ഇരിപ്പും ഒക്കെ സ്വപ്നം കാണുന്നവരാണ് ലോകത്തിന്റെ ഏത് രാജ്യത്ത് പോകുന്ന മലയാളികൾ. എങ്കിൽ ഈ ഞായറാഴ്ച രാവിലെ മഴ പെയ്യുന്നത് കണ്ടുകൊണ്ട് വീടിന്റെ തിണ്ണയിലിരിക്കാൻ ആരാണ് കൊതിക്കാത്തത്? അപ്പോ ഇത്രയും ഊഷ്മളമായ ഒരു നാടിനെ ഉപേക്ഷിച്ചു പോകുന്നവൻ നിവൃത്തികേടുകൊണ്ട് പോകുന്നതാണ്. അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സംവിധാനമായി ഈ തിങ്ക് കേരള പോലുള്ള സംരംഭങ്ങൾ വരണം. അതിനുള്ള മാസ്റ്റർ പ്ലാനുകൾ നമ്മൾ മുന്നോട്ട് വെക്കണം. പ്രതീക്ഷ നൽകുന്ന ഒരു മാസ്റ്റർ പ്ലാൻ നമ്മൾ അടുത്ത 10 വർഷം കൊണ്ട് ഇങ്ങനെയാവും. 2047 ആവുമ്പോൾ ഇതാണ് നമ്മുടെ പദ്ധതി. ഇങ്ങനെ പദ്ധതികൾ പലരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പദ്ധതി പറഞ്ഞാൽ മാത്രം ഇനി ആരെങ്കിലും വിശ്വസിക്കുന്ന കരുതരുത്. അതെങ്ങനെ ഓരോ വർഷവും നമ്മൾ അച്ചീവ് ചെയ്യും. 2025 നമ്മൾ എന്ത് ചെയ്യും, 26 എന്ത് ചെയ്യും, 27, 28, 29 അങ്ങനെ 47 വരെയുള്ള കൃത്യമായ ഒരു റോഡ് മാപ്പ് നിങ്ങൾ ഉണ്ടാക്കുക.
അതുണ്ടാക്കി ഒരു 20 അല്ലെങ്കിൽ 30 വ്യത്യസ്ത മേഖലകളായിട്ട് തിരിക്കുക. ഓരോ മേഖലയിലും എന്തായിരിക്കും നമ്മൾ 47-ലെ ലക്ഷ്യം. ഇങ്ങനെ കൃത്യമായ ഒരു പദ്ധതി ഉണ്ടാക്കുക. അതിലേക്ക് അടുത്ത് ചെല്ലാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പ്രകൃതി സംരക്ഷണം അല്ലെങ്കിൽ നമ്മളുടെ ഗ്രാമങ്ങളിലെ സൗന്ദര്യവൽക്കരണം അല്ലെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനം, ഇതിനൊക്കെ ഗവൺമെന്റിന്റെ ഫണ്ടിന്റെ എന്താവശ്യമുള്ളത്? ഗവൺമെന്റിന്റെ അനുമതി പോലും വേണ്ടല്ലോ. നാട് വൃത്തിയാക്കാൻ ഇറങ്ങുന്ന ഒരാളെ ഗവൺമെന്റ് തടസ്സപ്പെടുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവോ? ഒരിക്കലുമില്ല. നമ്മൾ ഗവൺമെന്റുകളെ കുറിച്ച് പല അഭിപ്രായ വ്യത്യാസമുള്ളവരാണ്. പക്ഷേ നമ്മുടെ പരമ്പരാഗതമായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ പല പോരായ്മകളും ഉള്ളതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുന്ന പല കാര്യങ്ങളും നടപ്പായി വരുമ്പോഴേക്കും ഒത്തിരി പ്രശ്നങ്ങളിലാവുന്നു. പല മിനിസ്റ്റേഴ്സിനെ എനിക്കറിയാം, അവർക്ക് പലർക്കും വലിയ അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹത്തോടു കൂടി തന്നെ വന്നവരാണ്. ആദ്യത്തെ ഒരു 3-4 മീറ്റിങ്ങുകളിൽ മിനിസ്റ്റർ ആയതിനു ശേഷം ഉടനെയുള്ള ഒരു 3-4 മാസമോ അല്ലെങ്കിൽ ഒരു വർഷത്തോളമോ നിരന്തര മീറ്റിങ്ങുകൾ ഞാനുമായിട്ട് നടത്തി ധാരാളം മിനിസ്റ്റർമാരുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് ചർച്ച ചെയ്തവരുണ്ട്. അവരുടെയൊക്കെ ഒരു ആവേശം എത്രയായിരുന്നു ഞാൻ ഓർക്കുക. 2ാം വർഷം ആയപ്പോഴത്തേക്ക് ആ ആവേശം കുറച്ച് കുറഞ്ഞു. പിന്നെ 3ാം വർഷം ആകുമ്പോഴത്തേക്ക് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ നടപ്പാക്കാൻ വലിയ പ്രതിസന്ധികൾ ആ ബ്യൂറോക്രാറ്റിക് സെറ്റപ്പിലും മറ്റ് സംവിധാനങ്ങളിലും തടസ്സങ്ങളിലും പിന്നെ കുറേയൊക്കെ സമൂഹത്തിൽ നിന്നുള്ള എതിർപ്പുകളും നെഗറ്റിവിറ്റിയും എല്ലാം ചേർത്ത് ഒരു 2.5 കൊല്ലം കഴിയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ഏത് മുന്നണിയായാലും ഭരണത്തിലേക്ക് വരുന്നവരെ നിരാശപ്പെടുത്തി അവരുടെ മാനസിക ആത്മവിശ്വാസമൊക്കെ തകർത്ത് അവരെ ഒരു മൂലയ്ക്ക് ഇരുത്തുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് വ്യക്തിപരമായി ഈ പറഞ്ഞ പല മിനിസ്റ്റേഴ്സും വളരെ സ്വപ്നങ്ങളുള്ള വളരെ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന അവരുടെ വകുപ്പിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പലവിധ പ്രശ്നങ്ങൾ അവരെ പിന്നോട്ട് നയിക്കുന്നുണ്ട്. അവിടെ ആ ഗവൺമെന്റിനെ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഭരണ സംവിധാനത്തെ തന്നെ നമ്മുടെ തിങ്ക് കേരള പോലുള്ള പുതിയ ഇനീഷ്യേറ്റീവുകളുടെ സ്വപ്നങ്ങൾ നടപ്പാക്കാൻ വീണ്ടും ആശ്രയിക്കുന്നതിൽ വലിയ അർത്ഥമില്ലെന്നാണ് ഞാൻ പറയുന്നത്. പകരം യുവാക്കളുടെ മുന്നേറ്റങ്ങൾ, സഹകരണ സംഘങ്ങൾ പോലുള്ള ഇതിന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു ശൃംഖല തന്നെ രൂപപ്പെടുത്തിക്കൊണ്ട് CSR ഫണ്ട് പോലുള്ള വലിയ കോർപ്പറേറ്റുകൾ ഉൾപ്പെടെ ചെറുകിട സംരംഭങ്ങൾ വരെയുള്ള ആളുകളുടെ സപ്പോർട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഇതിന് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ നമുക്ക് അടുത്ത ഏതാനും മാസങ്ങൾക്കകം 2047-ലെ കേരളത്തെ മനുഷ്യന് മനസ്സിൽ കാണാനല്ല മുന്നിൽ കാണാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റാക്കി, ഒരു മാസ്റ്റർ പ്ലാനാക്കി, ഒരു ഓഡിയോ വിഷ്വൽ പ്രസന്റേഷനാക്കി നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ കേരള സമൂഹത്തിന് മുന്നിൽ വെക്കാൻ കഴിയും. അതിലെ ഓരോ വർഷവും അച്ചീവ് ചെയ്ത് തുടങ്ങിയാൽ ഒരു 3 കൊല്ലം കഴിയുമ്പോൾ കേരള സമൂഹം വിശ്വസിക്കുന്ന യുവാക്കളുടെ ഏറ്റവും വലിയൊരു കൂട്ടായ്മയായി തിങ്ക് കേരള മാറും. അങ്ങനെ അടുത്ത 2047 എത്തുമ്പോഴേക്കും ഒരു വ്യത്യസ്തമായ ഒരു കേരളം, ഉണർന്ന കേരളം. ഞാൻ പറയുന്നത് പറ്റുമെങ്കിൽ കുറച്ച് തിങ്ക് കേരള ഇനിഷ്യേറ്റീവിൻ്റെ ആളുകൾ ഈ റുവാണ്ട പോലുള്ള ചില രാജ്യങ്ങൾ സന്ദർശിക്കുകയും വേണം. അവർ പരീക്ഷിച്ച് വിജയിപ്പിച്ച ചില മാതൃകകളെ നമുക്ക് എങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് കണ്ടെത്താൻ കഴിയും. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും നല്ല മാതൃക ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടത് റുവാണ്ടയാണ്. ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. അമേരിക്കയെയും യൂറോപ്പിനെയും ഒക്കെ ഞാൻ പുകഴ്ത്തുന്നു എന്നായിരുന്നു ഒരാക്ഷേപം. ഞാൻ ഇനി മുതൽ ഒരു 6 മാസത്തേക്ക് അമേരിക്കയെയും യൂറോപ്പിനെയും പുകഴ്ത്തുന്നതല്ല, പകരം അടുത്ത 6 മാസം ഞാൻ റുവാണ്ടയെ പുകഴ്ത്തുന്നതാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ ഒരു 6 മാസം ആരെ പുകഴ്ത്തണമെന്ന് ഞാൻ അന്നേരം തീരുമാനിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നിങ്ങളുമായിട്ടുള്ള ഒരു ആശയവിനിമയത്തിലേക്ക് കിടക്കാം. ആ കൂടെ ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞോളാം. താങ്ക് യു. നമസ്കാരം സാർ, ഞാൻ ആദർശ് വയനാട്ടിൽ നിന്നാണ് വരുന്നത്. സാറിൻ്റെ വലിയൊരു ഫാനാണ്. അപ്പോൾ ഒരാവശ്യത്തിന് വേണ്ടി കുറച്ചാൾ ദുബായിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പോയ ആവശ്യമൊന്നും നടന്നില്ല. അപ്പോൾ അതിനുശേഷമാണ് ജോലി കഴിഞ്ഞ സമയം സാറ് പറഞ്ഞ പോലെ ബുർജ് ഖലീഫ നോക്കിയിട്ട് സ്വപ്നം കണ്ടു. അങ്ങനെ ഡൗൺ ടൗണിൽ ഇരുന്നാണ് കൂടുതൽ സമയം പോവാറ് ഫ്രീ ടൈമിൽ. അങ്ങനെ എന്നിട്ട് ദുബായിൽ നിന്ന് ജോലി രാജിവെച്ചിട്ട് നാട്ടിലേക്ക് തന്നെ വന്നു. അപ്പോൾ നാട്ടിൽ സ്വന്തമായിട്ടിപ്പോൾ സാർ പറഞ്ഞ പോലെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് എനിക്ക് പറഞ്ഞ പോലെ ടൂറിസം തന്നെയാണ്
കാരണം ദുബായിൽ ചെന്ന് അവിടെ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ ടൂറിസത്തിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണെന്ന്. അങ്ങനെ ടൂറിസം ഫീൽഡിലേക്ക് തന്നെ വരാൻ തീരുമാനിച്ചു. അങ്ങനെ നാട്ടിലേക്ക് വന്നു. പക്ഷെ വന്ന സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നിരുന്നാലും ഞാനിപ്പോൾ നിലവിൽ ഒരു ഫ്ലൈ വയനാട് എന്ന് പറഞ്ഞിട്ട് ഒരു ടൂർ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കിപ്പോൾ നേരിട്ടൊരു പ്രധാന പ്രശ്നം പറയാം. ഇപ്പോൾ സാർ പറഞ്ഞാൽ മുഹമ്മദ് റിയാസൊക്കെ വന്ന സമയത്ത് പറഞ്ഞിരുന്നു അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള കുറേ ടൂർ സ്പോട്ടുകൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ നിലവിലെ വയനാടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വെന്റിലേറ്ററിൽ നടക്കുന്ന ഒരു പേഷ്യനെ പോലെയാണ്. ഓൾറെഡി വയനാട്ടിൽ നമ്മളെല്ലാവരും അറിയുന്നതാണ് എക്കോ ടൂറിസം കേന്ദ്രങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു 4 months ആയിട്ട് എല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പോൾ ടൂറിസം നമ്മൾ ഡെവലപ്പ് ചെയ്യാന്ന് പറയുമ്പോഴും ഇപ്പോൾ നിലവിൽ ഞാനിപ്പോൾ ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ ഇപ്പോൾ 4 മാസത്തോളമായി ടൂറിസം സെൻറ്റേഴ്സ് ക്ലോസ്ഡ് ആണ്. മെജോറിറ്റി എക്കോ ടൂറിസം സെൻറ്ററുകൾ അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ സാറിൻ്റെ ഒരു ആഗ്രഹം ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ഒരു ഗ്രാമം, അതായത് കേരളത്തിൽ ഒരു ഗ്രാമം ഏറ്റെടുത്ത് ഒരു ടൂറിസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആ ഒരു ഗ്രാമത്തിലൊന്ന് കാണിച്ചു കൊടുത്താൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നത്. ഇതുവരെ അതിൻ്റെ ഡെവലപ്മെൻ്റ് എന്താണെന്ന് അറിയത്തില്ല. സാറിന് പറ്റുവാണെങ്കിൽ, ഞാൻ സുൽത്താൻ ബത്തേരിക്കാരനുമാണ്, അപ്പോൾ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ നമ്മുടെ സുൽത്താൻ ബത്തേരി ഗ്രാമത്തിനെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ്. പിന്നെ സാർ പറയാനുള്ളത്, ഇവിടെ ഈ പ്രോഗ്രാം തുടങ്ങി ഫസ്റ്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് ആ പുള്ളിക്ക് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, ജസ്റ്റിസിനോടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഈ നമ്മുടെ കേരളത്തിൽ ഈ സ്ത്രീകൾക്ക് നേരിടുന്ന അതിക്രമങ്ങൾക്കൊരു നോർമലായിട്ട് പറഞ്ഞാൽ പുള്ളിക്കാരി ഉദ്ദേശിച്ചത് ഒരു വേശ്യാലയം എന്ന രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്, ലീഗലായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ കുറയില്ലേ എന്നാണ്. അതെനിക്ക് ഞാൻ പേഴ്സണലായിട്ട് പറയാം. എല്ലാവരും പറയും ദുബായിലെ ഏത് സ്ത്രീക്കും 24 മണിക്കൂറും പുറത്തിറങ്ങി നടക്കാമെന്നൊക്കെ. അതിനൊരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത്, ലോകത്തിലെ ഏറ്റവും വലിയൊരു വേശ്യാലയം തന്നെയാണ് ദുബായ്. കാരണം വെച്ചാൽ അങ്ങനെ ഒരു ആവശ്യമായിട്ട് വരുന്നവർക്ക് അത് ലീഗലായിട്ട് തന്നെ ചെയ്യാനുള്ള അവസരങ്ങൾ അവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ അതൊരു പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ടാണ് സ്ത്രീകൾക്കെതിരെ വലിയ ആക്രമണവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ടൂറിസത്തിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അത് ഇപ്പോൾ നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ അതിന് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അപ്പോൾ എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അത് മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു കൂട്ടായ്മയായിട്ട് ഇപ്പോൾ തിങ്ക് കേരളമുണ്ട്. അപ്പോൾ സാറിൻ്റെ ആയിട്ട് മെൻറ്ററായിട്ട് എന്ത് സപ്പോർട്ട് സാർ ഞങ്ങൾക്ക് തരാൻ പറ്റുമെന്നാണ് ചോദിക്കേണ്ടത്. ഈ വേശ്യാലയത്തിനുള്ള സപ്പോർട്ടാണോ? ഞാനൊരു വേശ്യാലയം എക്സ്പെർട്ട് അല്ലാത്തത് കൊണ്ട് എനിക്ക് വൈദഗ്ധ്യമുള്ളൊരു ഉത്തരം തരാൻ പറ്റുമെന്ന് തോന്നില്ല. പിന്നെ ദുബായ് ഒരു വലിയ വേശ്യാലയമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങ് എക്സ്പീരിയൻസ് ചെയ്തിടത്തോളം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ടും ആവാം. എനിക്കധികം സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. അതാണ് ഞാൻ പോകുന്നു, 2 ദിവസമൊക്കെ നിൽക്കുന്നു, തിരിച്ചു പോയിരുന്നു. ഇനി വിശദമായിട്ടൊന്ന് ഞാൻ കറങ്ങുന്നതാണ്. ആദ്യ ഭാഗം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കേരളത്തിൽ നമുക്ക് ഒത്തിരി സാധ്യതകളുണ്ട്. ഒത്തിരി സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഏത് തരത്തിലുള്ള ടൂറിസം വളർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഒരു ഗ്രാമം എടുത്താൽ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് നമ്മുടെ ഏത് ഗ്രാമവും. കാരണം എന്താ, ടൂറിസം എന്ന് പറഞ്ഞാൽ എന്താണ് ടൂറിസം? ടൂറിസത്തിൽ ഇപ്പം നമ്മൾ എന്താണ് ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നാട്ടിലെ ജനം, അവൻ്റെ ജീവിതം, അവൻ്റെ സംസ്കാരം, അവൻ്റെ ഭക്ഷണം, അവൻ്റെ കലകൾ, അവൻ്റെ തൊഴിൽ, ഇതിനെ പോയി അനുഭവിക്കില്ല ലോകത്തെ ഏറ്റവും വലിയ ടൂറിസം. നിങ്ങൾ റുവാണ്ടയിലേക്ക് ചെന്നാൽ, ഞാൻ ആ ചെന്ന ദിവസം മുതൽ എന്നെ കൊണ്ടുനടന്ന ആ കാറ് ആയിട്ട് വന്ന ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് വൈശാഖ് നമ്പ്യാർ എന്നാണ്. അദ്ദേഹം ഈ കൊച്ചിക്കാരൻ തന്നെയാണ്. അദ്ദേഹത്തോട് ഞാൻ ആദ്യത്തെ ദിവസം മുതൽ പറയുന്നത്, എനിക്ക് റുവാണ്ടയിലെ സാധാരണക്കാർ വസിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് പോകണം, അവരുടെ ഭക്ഷണം കഴിക്കണം, പറ്റുമെങ്കിൽ അവരുടെ ഒരു വീട്ടിൽ ഒരു രാത്രി കിടന്നുറങ്ങണം. ഒന്ന് ആലോചിച്ച്, അത്യാവശ്യ സൗകര്യമുള്ള കേരളത്തിൽ നിന്ന് നമ്മൾ പോയിട്ട് റുവാണ്ടയിലെ ഒരു ഗ്രാമത്തിലെ വീട്ടിൽ പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു യൂറോപ്യനോ അമേരിക്കനോ ഓസ്ട്രേലിയക്കാരനോ ജപ്പാൻകാരോ വന്നാൽ അവർ ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മൃഗശാലയിലെ മൃഗങ്ങളെ ആയിരിക്കുമോ, ഇവിടുത്തെ മനുഷ്യരെ ആയിരിക്കുമോ? ഇവിടെ നമുക്ക് ബുർജ് ഖലീഫകളില്ല. നമ്മുടെ പ്രകൃതിയും മനുഷ്യൻ്റെ ജീവിതവും എല്ലാം ചേർന്നാണ് പോകുന്നത് അല്ലേ? വേമ്പനാട്ട് കായലിൻ്റെ തീരങ്ങളിലേക്ക് ചെന്നാൽ അതിനെ ഉപജീവിച്ച് കഴിയുന്ന മനുഷ്യർ, അവിടെ കക്കാവ് വരുന്നവർ, അവിടെ മത്സ്യബന്ധനം നടത്തുന്നവർ, അവിടുത്തെ തെങ്ങിൻ തോപ്പുകളിൽ തെങ്ങ് ചെത്തുന്നവർ,
അവിടുത്തെ പുരയിടങ്ങളിൽ നിന്ന് മീൻ വെട്ടുന്ന സ്ത്രീകൾ, അവിടുത്തെ ഇപ്പോൾ ആ കാഴ്ച കാണാനില്ലെങ്കിലും പണ്ടൊക്കെ കാണാമായിരുന്നു കുറച്ച് വർഷം മുമ്പ് വരെ തെങ്ങോല കൊണ്ട് മെടഞ്ഞെടുക്കുന്ന ഓല മെടയുന്ന ആളുകൾ. ഇങ്ങനെ ഗ്രാമീണ ജീവിതത്തിന്റെ എന്തെല്ലാം കാഴ്ചകൾ കാണിക്കാൻ പറ്റും, ഇത് മാത്രം കാണിച്ചാൽ ലോകത്തിലെ ഏറ്റവും നല്ല ഡെസ്റ്റിനേഷനായിട്ട് കേരളം മാറും. കാരണം അത്രയേറെ വൈവിധ്യങ്ങളുണ്ട്. ആ ഒരു ഗ്രാമത്തിലെ ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു പെരുന്നാൾ ഒന്നും വേണ്ട, ഒരു സാധാരണ ദിവസം ആ നാട്ടിലെ കള്ള് ഷാപ്പിലേക്ക് ചെന്നാൽ കാണുന്ന കാഴ്ചകൾ മാത്രം കണ്ടാൽ, അവിടുത്തെ മനുഷ്യരെ ഒന്ന് നിരീക്ഷിക്കാൻ നമുക്ക് അവസരം കിട്ടിയാൽ അതിപ്പോൾ ഒരു ടൂറിസ്റ്റ് ആക്ടിവിറ്റി വേറെയില്ല. ഞാൻ മനുഷ്യരെ, അതായത് ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ കൗബോയ് സിനിമകളുടെ ലൊക്കേഷൻ കാണണമെന്ന് തീരുമാനിച്ച് അമേരിക്കയിലേക്ക് പോകുന്ന പോലെ തന്നെയല്ലേ ഇത്. കൗബോയ് സംസ്കാരം നടന്ന സ്ഥലങ്ങൾ, സൗത്ത് വെസ്റ്റ് അമേരിക്കയിലെ ആ ഉൾനാടങ്ങൾ, കൗബോയ് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സെറ്റിങ്, ആ ഭൂപ്രദേശത്തിന്റെ പ്രത്യേകത, അത് കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ കൗബോയ് പ്രദേശങ്ങളിലേക്ക് ഓരോ ദിവസം ടൂറിസ്റ്റുകളായി എത്തുന്നത്. ഇതേപോലെ തന്നെ അനന്തമായ സാധ്യതകളാണ്. നമുക്ക് വേണ്ടത് ഈ ഒരു പ്രോഡക്റ്റിനെ വൃത്തിയായിട്ട് പാക്കേജ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം വേണം. പാക്കേജ് ചെയ്യുമ്പോൾ എന്തൊക്കെ അതിനകത്ത് വേണം? അതിനകത്ത് മിനിമം ആമിനിറ്റീസ് വേണം, ടോയ്ലറ്റ് ഫെസിലിറ്റികൾ വേണം, വൃത്തി വേണം, അത്യാവശ്യം സൗന്ദര്യം വേണം, നാച്ചുറൽ ആയിരിക്കണം, മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള സംവിധാനങ്ങൾ വേണം. ഇതൊരുക്കുന്ന കൂട്ടായ്മകൾ ഓരോ ഗ്രാമത്തിലും ഉണ്ടായാൽ തീർച്ചയായും കേരളം മുഴുവൻ ഒരു ടൂറിസ്റ്റ് റിസോർട്ടായി മാറും. റിസോർട്ട് എന്നത് ഒരു നെഗറ്റീവ് വാക്കല്ല ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു സംരംഭം ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ആരംഭിക്കാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സുൽത്താൻ ബത്തേരിയെങ്കിൽ സുൽത്താൻ ബത്തേരി, വയനാട്ടിലെ മറ്റൊരു ഗ്രാമമാണെങ്കിൽ തീർച്ചയായിട്ടും ആ കൂടെ എൻ്റെ എല്ലാ പിന്തുണയും സാന്നിധ്യം ഉണ്ടാകും. ഹലോ സാർ, എന്തുകൊണ്ട് ഞാനടക്കമുള്ള ഭൂരിഭാഗം യുവാക്കളും വിദേശത്തേക്ക് തൊഴിൽ തേടി? ക്ലിയർ ആവുന്നില്ലല്ലോ. ഹലോ, എന്തുകൊണ്ട് ഞാനടക്കമുള്ള യുവാക്കൾ ഭൂരിഭാഗവും വിദേശത്തേക്ക് തൊഴിൽ തേടി പോകുന്നു? ഇവിടെ എക്കോ ഇടാതെ എന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ തൊഴിൽ തേടി വിദേശത്തേക്ക് എന്തുകൊണ്ട് യുവാക്കൾ പുറത്തേക്ക് പോകുന്നു? ഇവിടെ ശമ്പളക്കുറവായതുകൊണ്ടാണല്ലോ ഭൂരിഭാഗം യുവാക്കൾ പുറത്തേക്ക് പോകുന്നത്. എന്താണ് ഈ ശമ്പളക്കുറവ് വരാൻ കാരണം? ഇവിടെ ഏത് കോഴ്സ് പഠിച്ചിരുന്നാലും 20,000 25,000 താഴെ ഇവിടെ കേരളത്തിൽ ശമ്പളം കിട്ടുന്നുള്ളൂ. അപ്പം പുറത്ത് എന്ത് ജോലി ചെയ്യാനും താല്പര്യമുണ്ടെന്ന് സാർ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞു കേട്ടായിരുന്നു. അപ്പം പുറത്ത് എന്ത് ജോലി ചെയ്താലും ഇവിടെ നാണക്കേടായതുകൊണ്ടാണല്ലോ അവിടെ ജോലി ചെയ്യുന്നത്. അവിടെ അതിനേക്കാൾ ശമ്പളം കൂട്ടുന്നു, ഇവിടെ ശമ്പളം വളരെ കുറവാകുന്നു. എന്താ അതിനൊരു പോംവഴി? അല്ലെങ്കിൽ യുവാക്കൾ ഇത്രയും വേഗം കുടിയേറുന്നത് മൈഗ്രേഷൻ കാരണം എന്തുകൊണ്ടാണ് നടന്നത്? ഇവിടെ ശമ്പളം കുറവാണല്ലോ മെയിനായിട്ട്. ശമ്പളം കുറവ് ഉള്ള ആളുകൾ ശമ്പളം കൊടുക്കുന്നവരായി മാറുക. അപ്പോൾ പ്രശ്നം തീരും. കാര്യം പിടിക്കുക, ശമ്പളം മേടിക്കുന്നവനാകണമെന്ന ജീവിത ലക്ഷ്യമായിട്ടല്ല ജീവിക്കേണ്ടത്. 10 പേർക്ക് ശമ്പളം കൊടുക്കുന്നവരായിട്ട് ഞാൻ മാറുമെന്നുള്ള ജീവിത ലക്ഷ്യത്തോടെ ജീവിച്ച പ്രശ്നം ചെയ്യും. കേരളം ഫ്ലറിഷ് ചെയ്യും. കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും ജനിച്ചു വീഴുന്നത് തന്നെ ശമ്പളം മേടിക്കാൻ പറ്റുന്നവരാകാൻ പറ്റുമോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ചിന്തയുടെ കുഴപ്പമാകുന്നത്. എന്നാൽ ഇന്ത്യയിലെ മറ്റു പല സ്റ്റേറ്റുകളിലും ജനിച്ചു വീഴുന്ന ആളുകൾ 10 പേർക്ക് ശമ്പളം കൊടുക്കുന്നവരായിട്ട് എങ്ങനെ മാറാമെന്ന് ചിന്തിക്കുന്നത് കൊണ്ട് സാമ്പത്തികമായിട്ടും വാണിജ്യപരമായിട്ടും അവർ കുതിക്കുന്നു. അവർക്ക് സ്വന്തം നിലയിൽ നിലനിൽക്കാനുള്ള വരുമാനം ആ സംസ്ഥാനത്തുണ്ടാവുന്നു. നമ്മുടെ പരമ്പരാഗത ചിന്തയിൽ ശമ്പളം മേടിക്കുന്നവരാകണം, നല്ല ശമ്പളം കിട്ടുന്ന തൊഴിൽ ഇത് എന്ന് പറഞ്ഞാണ് നമ്മളെ വളർത്തുന്നത് തന്നെ, അല്ലേ? സംരംഭകരാകൂ. ഇതെല്ലാത്തിനും ചെറിയൊരു ടൂറിസം പ്രോജക്റ്റ് ആവട്ടെ, നിങ്ങൾ എന്തിന്? കുറച്ചു മുമ്പ് മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തതിൻ്റെ കാര്യം. കേരളത്തിൽ ഒരു നല്ല കക്കൂസ് പണിതിട്ടാൽ നിങ്ങൾക്ക് സമ്പന്നനാവാം. സംശയമുണ്ടോ? ആവശ്യ നേരത്ത് കക്കൂസിന് പകരം വേറെ എന്തെങ്കിലും കിട്ടിയിട്ട് കാര്യമുണ്ടോ? ചോദിക്കുന്ന കാശ് നിങ്ങൾ കൊടുക്കില്ലേ? അപ്പോൾ അത് സ്ട്രാറ്റജിക്കായ സ്ഥലത്ത് കക്കൂസ് പണിയണം. എത്ര ചോദിച്ചാലും കാശ് കിട്ടുന്നവർ. അതായത് സാധ്യതകളുടെ അനന്തമായ ഒരു ലോകമാണ് ഈ പറഞ്ഞ കേരളം എന്ന് പറയുന്നത്. ടോയ്ലറ്റ് ഇല്ലാത്തടത്ത് നല്ലൊരു ടോയ്ലറ്റ് പണിതിട്ടാൽ പോലും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകാം. കാരണം മനുഷ്യന്റെ ആവശ്യങ്ങൾ തിരിച്ചറിയുക. ഒന്നാലോചിച്ച് നോക്കി, ഈ കാലഘട്ടത്തിൽ യുവാക്കളോട് ഞാൻ സാധ്യതകളെ കുറിച്ച് പറയേണ്ടതില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക് ഉണ്ടായ മനുഷ്യന്റെ ആവശ്യങ്ങൾ കണ്ടെത്തി സംരംഭകരായി കോടീശ്വരന്മാരായ ഇന്ത്യക്കാരുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ നോക്കൂ. സൊമാറ്റോ എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു അതിഥി വീട്ടിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ഒരു തൊഴിലിടത്തിലിരിക്കുമ്പോൾ
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് കിട്ടുന്ന ഒരു സംവിധാനം, അതിന്റെ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നതിനെ തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനാണ് സൊമാറ്റോ ആരംഭിച്ചത്. ഇതേപോലെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന എന്തെല്ലാം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ലിസ്റ്റ് എടുത്ത് നോക്കിയേ. മലയാളി ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാമത്തിലുള്ളവർ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ പഞ്ചായത്തിലുള്ളവർ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ പട്ടണത്തിലുള്ളവർ ആഗ്രഹിക്കുന്ന എന്തെല്ലാം ഉണ്ട്. ഞാൻ ഈയിടെ ഒരു കോളേജിൽ ചെന്ന് സംസാരിച്ചപ്പോൾ കുട്ടികളോട് പറഞ്ഞു, ഡിഗ്രിക്കെങ്കിലും പഠിക്കുന്ന 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ മാസം ഒരു 10,000 രൂപയെങ്കിലും വരുമാനം ഉണ്ടാക്കാനുള്ള വഴി കണ്ടുപിടിക്കണം. മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് പോയിട്ട് പൈസ മേടിക്കാൻ, സിനിമ കാണാനും ഭക്ഷണം കഴിക്കാനുള്ള പൈസ മേടിക്കുന്നത് നാണക്കേടാണ്. അത് ചെയ്യരുത് ഞാൻ പറഞ്ഞു. അപ്പൊ അതിനുള്ള വഴികൾ എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ എത്രയെത്ര സാധ്യതകളുണ്ട്. ഇപ്പോ നമ്മുടെ പല ഗ്രാമങ്ങളിലെയും വീടുകളിൽ വൃദ്ധർ മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ വിദേശത്തുള്ള നിരവധി ഗ്രാമങ്ങൾ ഞങ്ങളുടെ ആ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്, പാല, കോട്ടയം പ്രദേശങ്ങളിലൊക്കെ. ഈ വീട്ടുകാരെ എല്ലാം കണക്ട് ചെയ്ത് ഇവർക്ക് ആവശ്യമുള്ള സർവീസുകൾ നമുക്ക് ചെയ്തു കൊടുത്തുകൂടെ? മരുന്ന് മേടിച്ചു കൊടുക്കേണ്ടവർക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാം. എന്തിനേറെ ഇവരെ ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം ഒരു ദിവസം. അതിനൊരു 3000 രൂപ ഫീസ് അങ്ങ് ഇടണം. മക്കൾ വിദേശത്തുള്ള മാതാപിതാക്കളെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി അവർ എടുത്തുകൊണ്ട് പോകണമല്ല, നടക്കുന്ന പ്രായം നടക്കാൻ പറ്റുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് ബിസിനസ് വിജയിക്കുന്നത്. മനുഷ്യന് ആവശ്യമില്ലാത്ത 1000 ബിസിനസ് നമ്മൾ തുടങ്ങിയിട്ട് കൂട്ടിപ്പോകും. പകരം യഥാർത്ഥത്തിൽ കേരളീയർ ആഗ്രഹിക്കുന്ന എന്തൊക്കെയെന്നൊരു ഗവേഷണം നടത്തൂ. തിങ്ക് കേരള തന്നെ അതിനുള്ളൊരു ലിസ്റ്റ് ഉണ്ടാക്കൂ, അതിനുള്ളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കൂ. എന്നിട്ട് ഈ മെമ്പേഴ്സിന് തന്നെ അതിൽ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള വഴി തുറന്നു കൊടുക്കൂ. സാധ്യതകളുണ്ട്. അപ്പം നമ്മൾ ശമ്പളത്തിന്റെ കാര്യം ഇനി മിണ്ടരുത്. കാരണം കേരളത്തിൽ ശമ്പളം കുറയുന്നത് ഇവിടുത്തെ സാഹചര്യങ്ങളിലാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എൻ്റെ സ്ഥാപനത്തിൽ ഒരു വ്യക്തി വളരെ സുപ്രധാനമായ ഒരു പോസ്റ്റിലിരിക്കുന്നു. അയാൾ ആ സ്ഥാപനത്തിലെ ആ ഡിവിഷന്റെ ചുമതലകൾ ഏറ്റവും വിശ്വസ്തയോടെയും ഏറ്റവും ഭംഗിയായും എൻ്റെ അസാന്നിധ്യം പോലും ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നു. ഒരു ദിവസം അയാൾ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, ഞാൻ ഈ സ്ഥാപനം വിടാൻ തീരുമാനിച്ചിരിക്കുന്നു, എൻ്റെ പ്രതിഫലം കുറവാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഞാൻ ചെയ്യുക? ഞാൻ അയാളോട് ചോദിക്കും, നിനക്ക് എത്രയാണ് പ്രതിഫലം വേണ്ടത്? അവൻ ആഗ്രഹിക്കുന്ന പ്രതിഫലം കൊടുത്ത് ഞാൻ നിർത്തും എൻ്റെ കൂടെ. കേരളത്തിലെ നല്ല ലോകത്തിലെ ഏത് സംരംഭകനും ചെയ്യുന്നതാണ്. അവിടെ 2 വഴിയേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾ ശമ്പളം കൊടുക്കാൻ കഴിയുന്ന ഒരാളായി മാറുക, അതല്ലെങ്കിൽ എന്തു വില കൊടുത്തും നിങ്ങളെ ഒരു സ്ഥാപനത്തിൽ പിടിച്ചു നിർത്താൻ കഴിയുന്ന സ്കിൽ ആർജിക്കുക, വൈദഗ്ധ്യം ആർജിക്കുന്ന ഒരാളായി മാറുക. ഈ 2 വഴിയേ ഉള്ളൂ. കുത്തിരി പിടിച്ച് ശമ്പളം മേടിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയി. അതാണ് പ്രശ്നം. ഞാൻ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് മിനിയൂട്ടി എന്ന് പറയുന്നത്. ഇന്ന് ഒരുപാട് ആളുകൾ ഏതാ സ്ഥലം? മിനിയൂട്ടി, ഊരകം മല, പാണക്കാട് ഊരകം. ആ മലക്കൊരു പ്രത്യേകത ഉണ്ട്. ചെരുപ്പടി മല ഒക്കെ ആ ഒരു മലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ആ ഭംഗിയെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ്. ആ മലയിൽ നിന്നാണ് ആലപ്പുഴ വരേക്കുമുള്ള സ്ഥലങ്ങളിലേക്ക് കരിങ്കല്ലുകൾ മാന്തി കൊണ്ടുപോകുന്നത്. ഇന്ന് ആ ഊരകം മല കണ്ടു കഴിഞ്ഞാൽ, ഞാൻ 5 വർഷക്കാലത്തോളം അതിൻ്റെ അടുത്തുള്ള കാരാത്തോട് എന്ന പ്രദേശത്ത് ഞാൻ താമസിച്ച ഒരാളാണ്. അന്ന് തുടക്കത്തിൽ കണ്ടിരുന്ന മല പിന്നെ മെലിഞ്ഞു വരുന്നതാണ് നമ്മൾക്ക് അനുഭവപ്പെട്ടത്. ഇതിന് എതിരെയായിക്കൊണ്ട് SSF എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ സാഹിത്യോത്സവവുമായി സംബന്ധിച്ച് ഒരു വീഡിയോ മേക്കിംഗ് മത്സരം ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ ഞങ്ങൾ ഈ ഒരു ദുരവസ്ഥ ഷൂട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് പോയത്. ആ പോയ സന്ദർഭത്തിൽ ഞങ്ങൾ അവിടെ അടുത്തുള്ള പ്രദേശത്തുള്ള ജനങ്ങളോട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ ആരാഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്കൊരു കമ എന്ന അക്ഷരം ഇവിടെ മിണ്ടാൻ പറ്റൂല. അത് മിണ്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ അധികൃതർ വരും. പോരാത്തതിന് ആ വീട്ടിലുള്ള ആ ചുറ്റുപാടുള്ള ഓരോരോ ആളുകളും ഈ കോറിയുമായിട്ടുള്ള ജോലിയിൽ ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ പ്രകൃതിയുടെ ഭംഗി കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം എങ്ങനെയാണ് ഈ കരിങ്കല്ല് കൊണ്ടാണല്ലോ നിങ്ങൾ പറഞ്ഞ കക്കൂസ് പോലെയുള്ള ചെറിയ സാധനങ്ങൾ വരെയും ഇവിടെ നിർമ്മിക്കുന്നത്, എങ്ങനെയാണ് ഈ ഒരു പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുന്നതോടുകൂടെ വികസനം സാധ്യമാക്കുന്നത്? അതായത് സുസ്ഥിര വികസനം എങ്ങനെ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഈ വികസനം എന്ന് പറയുന്ന ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്കറിയാം, ലോകത്തെ പ്രകൃതിക്ക് ഒരു കോട്ടവും ഉണ്ടാകുമായിരുന്നില്ല.
നമ്മൾ ഒരു 5000 വർഷം മുമ്പ് ഉണ്ടായിരുന്ന പ്രകൃതിയല്ല ഇന്ന് എന്നതിൻ്റെ കാരണം തന്നെ എന്താ? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ കൂടി. ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയിൽ നിന്ന് വിഭവങ്ങൾ എടുക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നെടുത്ത വിഭവങ്ങളെ രൂപാന്തരപ്പെടുത്തി നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. പെട്രോളിയം പോലുള്ള കുഴിച്ചെടുത്ത് അതിനെ കത്തിക്കേണ്ട ആവശ്യം വരുന്നു. ഇതൊക്കെയാണ് പ്രകൃതിയെ നശിപ്പിക്കുന്നത്. അപ്പം അവിടെ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് ഉത്തരം പറയുന്ന ആൾക്കും ഉത്തരവാദിത്വമുണ്ട്. പ്രകൃതിയെ ഏറ്റവും കുറച്ച് ചൂഷണം ചെയ്യുക എന്ന് ലോകത്തിലെ 800 കോടി ജനങ്ങളും തീരുമാനിച്ചാൽ, ഞാൻ അല്ലെങ്കിൽ അടുത്ത ഒരു വർഷം ഞാൻ 20% കുറച്ച് പ്രകൃതിയെ ചൂഷണം ചെയ്ത സാധനം ഉപയോഗിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചാൽ, അതുപോലെ ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളും തീരുമാനിച്ചാൽ അത്രയും ക്വാണ്ടിറ്റി കുറയും. ആവശ്യത്തിലധികം നമ്മൾ കെട്ടിടം പണിയാതിരിക്കാൻ നമ്മൾ സ്വയം തീരുമാനിക്കണം, അല്ലെങ്കിൽ ഗവൺമെന്റുകൾ നിയമം കൊണ്ടുവരണം. 4 പേരുള്ള ഒരു കുടുംബത്തിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് കെട്ടിടമേ പാടുള്ളൂ. വ്യവസായശാലകൾ നമ്മൾ കേരളത്തിൽ വലിയ തോതിൽ ഉണ്ടാവുന്നില്ല, പക്ഷെ കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിനെ നിലവിലുള്ളതിനെ എങ്ങനെ നമുക്ക് റിനോവേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും, പുനരുപയോഗിക്കാൻ കഴിയും, അതിനെ തന്നെ അതിൻ്റെ തകർത്ത് കളയുന്ന ഭാഗങ്ങളെ നമുക്ക് എങ്ങനെ വീണ്ടും ഉപയോഗിക്കാൻ കഴിയും. ഇങ്ങനെ വ്യത്യസ്തമായ ചിന്തകളിലൂടെ അത് സാധ്യമാകുള്ളൂ. പിന്നെ രണ്ടാമത്, ഈ പഠനത്തിന് ശേഷം നമ്മുടെ പ്രകൃതിയെയും നമ്മുടെ പ്രകൃതി സൗന്ദര്യത്തെയും നമ്മുടെ കാലാവസ്ഥയും ഒക്കെ ഹനിക്കുന്ന മട്ടിലുള്ള ഖനന പ്രവർത്തനങ്ങൾക്ക് തടസ്സം ഇടേണ്ടത് തന്നെയുണ്ട്. ഗവൺമെന്റ് നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം. എന്നാൽ ഇത് ബാധിക്കാത്ത സ്ഥലങ്ങളിൽ ഖനനം നടത്താനുള്ള സാധ്യതകൾ കണ്ടെത്തണം. കൂടുതൽ ആഴത്തിൽ, കൂടുതൽ വിസ്തൃതിയിൽ ആ പ്രദേശത്ത് നിന്ന് ഖനനം നടത്തി നമുക്ക് സാധനങ്ങൾ എടുക്കേണ്ടതുണ്ട്. കൂടാതെ ഇതിൽ പകരമുള്ള മെറ്റീരിയൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. കെട്ടിട നിർമ്മാണത്തിന് ഈ പറഞ്ഞ പരമ്പരാഗത രീതി വിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കണം. അപ്പൊ അങ്ങനെ ഒരൊറ്റ ഉത്തരം കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല. പലവിധ രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മൾ മാറേണ്ടി വരും. ഒറ്റ ഉത്തരം ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യം അതിനുമുമ്പ് അത് നടപ്പാക്കിയതേ. അതില്ല. അപ്പൊ നമ്മളെല്ലാവരും ഇതിന്റെ റെസ്പോൺസിബിളായ ആളുകളാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ വീട്ടിലൊരു കക്കൂസെങ്കിലും പണിതയാളും ഈ പ്രകൃതി ചൂഷണത്തിന്റെ ഒരു ഉപഭോക്താവാണ്. അയാളും അതിൻ്റെ അകത്ത് പ്രതിയാണ്. ഞാൻ എൻ്റെ വീട് പണിയുമ്പോൾ കല്ല് പൊട്ടിക്കുന്നതിന് ഒരു പ്രശ്നവും കാണില്ല. പക്ഷേ മറ്റെവിടെയെങ്കിലും കല്ല് പൊട്ടിക്കുമ്പോൾ നമുക്കത് പ്രശ്നമാകുന്നത് നമ്മൾ ഉൾപ്പെടെയുള്ള സമൂഹം ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതുകൊണ്ടാണ്. എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ കെട്ടിടം പണിയും, എത്ര വേണേലും പണിയും, മറ്റുള്ളവരത് പണിയരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും, കേരളത്തിലെ 3.5 കോടി ജനങ്ങളും പ്രകൃതിയെ ചൂഷണം ചെയ്തെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരു 10% കുറയ്ക്കുമെന്നൊരു തീരുമാനം എടുത്താൽ കേരളത്തിന്റെ 10% പ്രകൃതി സംരക്ഷിക്കാൻ കഴിയുന്നു കൂടുതലായി. നമസ്കാരം സാർ, എൻ്റെ പേര് ഫിലിപ്പ്. ഞാൻ കുട്ടനാട്ടിൽ നിന്നാണ് വരുന്നത്. സാർ തന്നെ നമ്മുടെ മെയിൻ്റനൻസിനെ കുറിച്ച് പറഞ്ഞ ഒരു പ്രസിദ്ധമായ വൈറലായ വാക്കുണ്ട്. നമ്മൾ എല്ലാവരും കക്കൂസ് പണിയുന്നവരാണ്, പക്ഷേ കക്കൂസ് കഴുകാറില്ല എന്നുള്ള കാര്യം. ഞാൻ കുട്ടനാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഞങ്ങളുടെ കുട്ടനാട്ടിൽ എടുത്തു പറയത്തക്ക ഒരു നിർമ്മിതി എന്ന് പറയുന്നത് കൈനകരിയിൽ ഒരു ഹൗസ് ബോട്ട് ടെർമിനൽ ഉണ്ടായിരുന്നു. അത് 6 വർഷത്തിന് മുമ്പ് പണി കഴിപ്പിച്ച ഒരു നിർമ്മിതിയാണ്. വളരെയധികം പേര് അവിടെ വരുന്നുണ്ട്. എന്നാൽ ഈ 6 വർഷത്തിനിടയ്ക്ക് അവിടെ ഇതുവരെ പെയിന്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ ആ ചുറ്റുപാടുമുള്ള റെയിലിങ്സ് എല്ലാം തുരുമ്പിച്ച് നശിക്കാറായിരിക്കുന്നു. സാറ് പറഞ്ഞതുപോലെ എങ്ങനെ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാം? നമ്മൾ ആരാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ്, ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? ഇത് പണിയുമ്പോൾ ചിലപ്പോൾ MLA ഫണ്ടിൽ നിന്നോ MP ഫണ്ടിൽ നിന്നോ പണിത് കഴിയും. പക്ഷേ ഇത് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ആർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം? എങ്ങനെ നമുക്കത് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാൻ കഴിയും? അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലുകളും മറ്റ് സർക്കാർ കെട്ടിടങ്ങളും ഒക്കെ പണിയുന്ന സമയത്ത് പെയിന്റ് ചെയ്യും, പിന്നെ പെയിന്റ് ചെയ്യാറില്ല. അതൊക്കെ എങ്ങനെ നമുക്ക് ഒരു ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതിന് ആ പ്രദേശത്തെ ജനങ്ങളുടെ സഹകരണത്തോടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോപ്പറേറ്റീവായ ഒരു മുന്നേറ്റം കൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികളോ മറ്റോ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതല ഏറ്റെടുക്കുക. അതിൻ്റെ ആ ടെർമിനലിൽ വന്നെടുക്കുന്ന ബോട്ടുകളിൽ നിന്ന് ഫീസ് പിരിക്കുന്നതിനുള്ള ചുമതലയും അവർക്ക് കൊടുക്കുക. അവർ ആ പ്രദേശത്തെ പഞ്ചായത്ത് അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും സഹകരണ സംഘം അതിൻ്റെ മെയിൻ്റനൻസും ചുമതല വഹിക്കുക. അതല്ലാതെ പെട്ടെന്ന് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല. മറ്റു പല രാജ്യങ്ങളിലും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ ഒക്കെ ചുമതലയിലാണെങ്കിൽ അതിന് താഴത്തെ തട്ടുവരെ അതൊരു ഭരണ സംവിധാനം ഉണ്ടാവും. നമുക്ക് എല്ലാ പഞ്ചായത്തിലും അത്തരത്തിലുള്ള ഒരു സംവിധാനം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലില്ല. അത് തന്നെയുമല്ല, നമ്മുടെ ഒരു ഭരണ സംവിധാനത്തിലെ പല പോരായ്മകളുടെയും ഭാഗമായി ഈ നിർമ്മിച്ച സാധനങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ആ ഒരു ചട്ടങ്ങളിൽ പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. മെയിൻ്റനൻസ് എന്ന് പറയുന്നതിനെ കുറിച്ച് ആരും ബോധേടല്ല. ശരിക്കും ഒരു 2 വർഷം പുതിയ ഒന്നും നിർമ്മിക്കാതെ
ഉണ്ടാക്കിയതിനെയെല്ലാം ഒന്ന് മെയിൻ്റനൻസ് നടത്തുകയും ഒന്ന് പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനം മാത്രം മന്ത്രിമാരും എം പിമാരും ശ്രമിച്ചാൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ഫെസിലിറ്റികളും പഴയതിനേക്കാൾ ഗംഭീരമാകും. കാരണം നമുക്കറിയാം, ബസ് സ്റ്റാൻഡുകൾ മുതൽ ബസ് ഷെൽട്ടറുകൾ മുതൽ വിമാനത്താവളങ്ങൾ വരെയുള്ള ഭാഗങ്ങളിലെ മെയിൻ്റനൻസിന്റെ പോരായ്മ പലപ്പോഴും ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉരുണ്ടി ചാടിയതൊക്കെ നമ്മൾ വാർത്ത വായിച്ചല്ലോ. വിമാനത്താവളങ്ങൾ, ബസ് ഷെൽട്ടറുകളല്ല. അപ്പോൾ ഈ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്, നവീകരണം എന്ന് പറയുന്നതിന് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. MLA-മാരും MP-മാരും ആ ഫണ്ടിന് നവീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചാലും തെറ്റില്ലെന്ന് എൻ്റെ അഭിപ്രായം. ഹായ് സർ, മൈസെൽഫ് ഗുലാം എന്നാണ് പേര്, മലപ്പുറമാണ് സ്ഥലം. എനിക്ക് സാറ് ഈ ഒരു ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്, ഞാൻ 2 കൊല്ലം മുമ്പ് ഇദ്ദേഹം പറഞ്ഞ സെയിം സാധനം തന്നെയാണത്. അതായത് നമുക്ക് നല്ല രീതിക്ക് പണിയാൻ അറിയാം, മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ല. ഞാൻ ചോദിക്കുന്നു, KSRTC പോലുള്ളൊരു നല്ലൊരു ഓർഗനൈസേഷൻ, നല്ല അവർക്ക് എല്ലാം ഉണ്ട്, അതായത് ഫെസിലിറ്റി ഉണ്ട്, ബസ് ഉണ്ട്, സർവീസസ് ഉണ്ട്, റൂട്ട്സ് ഉണ്ട്, അതിനൊക്കെ പണിയെടുക്കാനുള്ള ആൾക്കാരുമുണ്ട്, എല്ലാ ഫെസിലിറ്റേഷനും ഉണ്ട്. ഇനി കടമെടുത്തിട്ടായാലും ഫണ്ട് കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറുമാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഇതൊരു പ്രോഫിറ്റബിൾ ആക്കിയിട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് ആരെക്കൊണ്ടും പറ്റുന്നില്ല? ഒരുപാട് പേര് മാറി മാറി വന്നു, പല ട്രൈയും നടത്തി, എന്തുകൊണ്ട് ഇതൊരു പ്രോഫിറ്റബിൾ ആയിട്ട് നടത്താൻ പറ്റുന്നില്ല? രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ മുല്ലപ്പെരിയാർ എല്ലാവർക്കും അറിയാം, മെയിൻറ്റെയിൻ ടൈം ഏകദേശം കഴിഞ്ഞു. ഈ മെയിൻ്റെനൻസിന്റെ ഭാഗമായിട്ട് പറഞ്ഞു, നമ്മളൊരു റിസ്ക് മെയിൻ്റെനൻസിലുള്ള സാധനമാണത്. അതിന്റെ മെയിൻ്റെനൻസിനെ കുറിച്ചുള്ള അപ്ഡേഷൻസിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു ടൂറിസമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആളെന്ന നിലയിൽ സാറിന് അറിയാണെങ്കിൽ അത് ഷെയർ ചെയ്യുന്നത് നന്നാവും. താങ്ക് യു. ഈ ചോദ്യങ്ങൾ ഓരോന്നോരോന്ന് കേട്ടു വരുമ്പോൾ ഇതിന്റെ എല്ലാ ഉത്തരവാദി ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു. കക്കൂസ് കഴുകാത്തതെന്ത്, KSRTC സ്റ്റാൻഡ് വൃത്തിയാക്കാത്തതെന്ത്, സോറി, ഞാൻ അല്ല, നിങ്ങൾക്കറിയുന്ന അത്രയൊക്കെ തന്നെ എനിക്കും അറിയുള്ളൂ അതിനെക്കുറിച്ച്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടോ ധനകാര്യമന്ത്രിയോടോ ഒക്കെ ചോദിക്കേണ്ട ചോദ്യമാണിത്. ഹലോ സർ, എൻ്റെ പേര് അഫ്ര, ഞാൻ മലപ്പുറം ജില്ലയാണ്. സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാനല്ല, ഞാൻ സാറിൻ്റെ ഒരു ഭയങ്കര ഫാനാണ്. സഫാരിയുടെ ഒരു അഡിക്ഷൻ എന്ന് പറയുമല്ലോ, ഞാനിപ്പോൾ കുറേ അത് കണ്ട് ഞാനും അത്യാവശ്യമൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പം ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യുന്നത് എൻ്റെ ഒരു സജഷൻസ് പറയാനാണ്. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് 2 പേര് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യനുള്ള ആൻസറാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ പറഞ്ഞ് നമ്മൾ റേപ്പ് ചെയ്യുന്നു. ഇപ്പൊ ഈ അടുത്ത് ഇന്നലെ മിഞ്ഞാന്നെങ്ങാനുമാണ് ഒരു വയോധികയെ ഒരു പയ്യനെ റേപ്പ് ചെയ്തത്. ഒരിക്കലും ഒരു വേശ്യാലയം പണിതത് കൊണ്ട് ആ ഒരു ബിഹേവിയർ മാറില്ല. ഇപ്പൊ വണ്ടി ആക്സിഡൻസ് നടക്കുന്നത്, തമ്മി കൊലപാതകം നടക്കുന്നത്, അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ചിരി വണ്ടികൾ കൂട്ടി വെച്ചിട്ട് ഇടിക്കാനുള്ള മത്സരമോ അല്ലെങ്കിൽ തല്ലാനുള്ള മത്സരം നടത്തിയതുകൊണ്ട് കാര്യമില്ല. ഇത് 2 തരത്തിലുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൽ ഡിസോർഡേഴ്സ് ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മളെ ഡിപ്രഷൻ നമുക്കുണ്ട്, അതുപോലെ തന്നെ പല പ്രശ്നങ്ങളുണ്ട്. നമുക്ക് പനി വരുന്നു, ഇതേപോലെ തന്നെ എന്തുണ്ട്, സെക്ഷൽ ഡിസോർഡേഴ്സ് ഉണ്ട്. അത് മെയിൽസിനും ഉണ്ട്, ഫീമെയിൽസിനും ഉണ്ട്. പലരും അത് തന്നെയല്ല ട്രീറ്റ് ചെയ്യുന്നില്ല. ഒന്നാമത്തെ മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് ഒത്തിരി സ്റ്റിഗ്മാസ് ഉണ്ട്. ക്വസ്റ്റ്യൻ അല്ല, ഇതിപ്പോ ഈ ഒരു സാഹചര്യത്തില് ഞാൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ 2 പേരാ ക്വസ്റ്റ്യൻ ചോദിച്ചത്, പക്ഷെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത് ഇതിന്റെ ഒരു കടമയാണ്. ഓക്കെ, ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് സംസാരിക്കാൻ അവസരമുണ്ട്. ഒന്ന് കണ്ടിന്യൂ ചെയ്തോട്ടെ. ഇത് കഴിഞ്ഞ് ചെയ്യാം. ഇന്ററാക്ഷൻ നമുക്ക് താങ്ക് യു. അല്ലെ, റേപ്പ് പ്രശ്നത്തിന് പരിഹാരമാർഗം വല്ലതും ഉണ്ടെങ്കിൽ അത് ഒരു സെന്റൻസിലൊക്കെ പറഞ്ഞു കൊടുക്കും. കാരണം കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇത്. താങ്ക് യു സർ. ഓക്കെ, എന്നാൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു രീതിയുണ്ട്. ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളോട് മിണ്ടാൻ പാടില്ല, അവരോട് അടുക്കുമ്പോൾ അത്. അപ്പൊ എവിടെ നമ്മൾ സ്പേസ് കാണിക്കണം നമുക്കറിയില്ല. ഇപ്പൊ റീൽസിനാണെങ്കിൽ പോലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാനോ നമ്മൾ സെക്ഷലി ഹരാസ് ചെയ്യാനോ നമ്മൾ ഭയങ്കര എടുക്കാം. ഈ ഓരോ കാര്യത്തിനും നമ്മൾ എടുക്കുന്ന എഫേർട്ട്, ഇപ്പൊ ഒരാൾ സംസാരിക്കണം, ഒരാൾ നല്ലൊരു കാര്യത്തിന് ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരുടെ ഉള്ളിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇപ്പൊ അതുപോലെ തന്നെ ഒരാൾ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളത് റിപ്പോർട്ട് ചെയ്യുക, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് കൊടുക്കുക. ആ സ്പേസ്, ഇപ്പൊ ഞാനാണ് അല്ലെങ്കിൽ അത് പെണ്ണാണ് എന്നുള്ള ഒരു സ്പേസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ഇനിയുള്ള തലമുറയിൽ നമ്മളാണിത് ഗോത്രൂ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ മാറണം. ഇപ്പൊ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും പലരുടെ ഉള്ളിലുണ്ടാവും ഒരു പെണ്ണ് വേറൊരു രീതിയിൽ ഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, എന്ത്
പെണ്ണ് ഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവളെ എന്തും ചെയ്യാന്നുള്ളത് അത് ലേഡീസിൽ അടക്കമുണ്ട്. ഇപ്പൊ ഞാനൊക്കെ ബസ്സിൽ പോകുമ്പോൾ ഓരോരുത്തർ നോക്കുന്നതാണ്. അപ്പൊ ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു ഫ്രണ്ട് ഭയങ്കര പുരോഗതിയൊക്കെ പറയേ റീൽസിലൊക്കെ, അത്യാവശ്യം ഫേമസ് ആണ്, ആളുടെ പേര് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഞാൻ ഇതുപോലത്തെ ഡ്രസ്സ് ഇടും, പർദ്ദ ഇടും. ഞാൻ ജസ്റ്റ് പർദ്ദ ഇട്ടൊരു ഫോട്ടോ ഇട്ടു. എന്നോടൊന്നും നീ ഇപ്പോഴാണ് ഒരു മനുഷ്യനായി, ഇപ്പോഴാണ് എന്നെ നോക്കാൻ പറ്റുന്നത്. പുറത്ത് ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഭയങ്കര ജനറലൈസ് ചെയ്തിട്ട് ബെസ്റ്റാന്ന് പറയുമെങ്കിലും ഇവരുടെ ഉള്ളിൽ ഇതാണ്. ഫസ്റ്റ് അത് മാറ്റണം. നമ്മളുടെ ഡ്രസ്സല്ല ഒരാളെ ജഡ്ജ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ അത് എവിടെ നമ്മൾ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ഇനി അതല്ല, നമുക്കത് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ശരീരത്തിന് ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചർ ഹൈ ആകുമ്പോൾ നമുക്കറിയാം എന്ത്, നമുക്കത് പനിയാണെന്ന്. നമ്മുടെ ഈ ഫീലിങ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, അതിനൊരു ട്രീറ്റ്മെന്റ് എടുക്കുക. ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യാതിരിക്കുക. ഫുഡ് ബാക്കിയുള്ളത് പോലെ തന്നെ നമ്മുടെ സെക്സ് എന്നുള്ളത് നമ്മളുടെ നീഡാണ്, ലൈഫ് നീഡാണ്. ഇപ്പൊ ഒരു ഡിസോർഡർ ഉള്ള ഒരാൾക്കാണെങ്കിൽ പോലും സെക്സ് ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഒരു താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പൊ ഈ ചോദ്യം ചോദിച്ചാൽ ഇനി മേലാൽ ഈ ചോദ്യം ചോദിക്കില്ലല്ലോ. സർ സർ എൻ്റെ പേര് റാബിത്ത്, ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഈ സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് നമ്മുടെ ടൂറിസം മേഖലയിൽ മാറ്റം കൊണ്ടുവരുന്ന സാറ് കരുതുന്നുണ്ടോ? അതേപോലെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനും അതേപോലെ സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും വേണ്ടിയിട്ട് ഒരു കൃത്യമായ ദിശാബോധം നൽകണമെന്നും പിന്നെ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പുതിയ ഇനീഷ്യേറ്റീവായിട്ട് മുമ്പോട്ട് വരുന്നതാണ്. ഈ വരുന്ന ഒക്ടോബർ 12, 13, 14 തീയതികളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിയേറ്റേഴ്സ് ഫെസ്റ്റിവലിന് കോഴിക്കോട് വേദിയാകാൻ പോവുകയാണ്. ക്രിയേറ്റേഴ്സ് ഫോർ എ സസ്റ്റൈനബിൾ ടുമോറോ എന്ന് പറയുന്ന ഒരു ആശയമായിട്ട് ഈ വരുന്ന ഒക്ടോബറിൽ നമ്മളൊരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടൊരു സമ്മിറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ പങ്കെടുത്ത എല്ലാ ആൾക്കാരെയും അതിൽ ഇൻവൈറ്റ് ചെയ്യും. പേഴ്സണലി സാറിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സംസാരിക്കുകയും കൂടി ചെയ്യാമെന്നുള്ള ഒരു അഭ്യർത്ഥനയായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വേദിയിൽ എത്തിയത്. ശരി, ഏത് പരിപാടിക്കും ഇടയ്ക്ക് പരസ്യത്തിന്റെ ഇടപെടൽ ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് അറിയാം. ഡയറക്റ്റ് ഒന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. സാർ കുറെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പം ഞാനൊരു 6 വർഷം വളണ്ടിയറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. എൻ്റെ പേര് ആദർശ്. സോ ജസ്റ്റ് സാറിനൊരു തോട്ട് അറിയാൻ വേണ്ടിയാണ് നമ്മുടെ ഇന്ത്യയിൽ അല്ലെ കേരളത്തിലെ വളണ്ടിയറിംഗ് ഓപ്പർച്യൂണിറ്റീസും സാർ കണ്ടിട്ടുള്ള പുറത്തുള്ള രാജ്യങ്ങളിലുള്ള വളണ്ടിയറിംഗ് കൾച്ചറും നമുക്ക് എന്തുകൊണ്ടാണ് രീതിയിൽ വളണ്ടിയറിംഗ് കൾച്ചർ അങ്ങനെ പാവാത്തതിനെ പറ്റി എന്താണ് എനിക്ക് ബ്രീട്ടില്ല. എന്തോ സാർ വോയിസ് ക്ലിയർ ആണോ? വളണ്ടിയറിംഗ് കൾച്ചർ എന്താ? വോളണ്ടിയറിംഗ്. യെസ്, കേരളത്തിലെ വളണ്ടിയറിംഗ് കൾച്ചറും അതുപോലെ തന്നെ പുറത്തുള്ള രാജ്യങ്ങളിലെ വളണ്ടിയറിംഗ് കൾച്ചറും അബൌട്ട് സാറിന്റെ ഒരു തോട്ട് വിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വോളണ്ടിയറിങ്ങിന് അങ്ങനെ ഒരു പരമ്പരാഗതമായ ഒരു കൾച്ചറൊന്നും ഇല്ലെങ്കിലും ആവശ്യ നേരത്ത് നമ്മുടെ ആളുകൾ ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങി പ്രശ്നങ്ങളെ നേരിടാൻ സഹായിക്കുന്ന ചെറുപ്പക്കാരല്ലേ. നമ്മുടെ പ്രളയകാലത്ത്, കോവിഡ് കാലത്തൊക്കെ നമ്മുടെ കേരള സമൂഹം അവിടുത്തെ ചെറുപ്പക്കാർ മുന്നിട്ടിറങ്ങുന്നതും സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നമ്മൾ ഒരു സിവിക് സെൻസിൻ്റെ ഭാഗമായി അത്തരത്തിൽ പരിശീലനം കൊടുക്കുന്നില്ല എന്നുള്ള വാസ്തവമാണ്. പക്ഷെ ആവശ്യം വരുമ്പോൾ നമ്മൾ ഇറങ്ങും. നമ്മൾ ഏറ്റവും മികച്ച ജനസമൂഹങ്ങളിൽ ഒന്ന് തന്നെ, അതിനകത്തൊരു തർക്കമില്ല. ലാളിച്ച് വഷളാക്കി കളഞ്ഞോ അല്പം എന്ന് മാത്രം ഒരു സംശയമുള്ളൂ. നമ്മൾ ഏറ്റവും മികച്ച ജനസമൂഹം തന്നെയാണ്. യുക്തിപൂർവ്വം ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കാൻ അറിയുന്ന ജനസമൂഹം തന്നെയാണ്, ഒരു സംശയവുമില്ല. ഒന്ന് അല്പം കൂടി ആ സിവിക് സെൻസിലേക്ക്, സാമൂഹ്യ ബോധത്തിലേക്ക്, കുറച്ചുകൂടെ നിയന്ത്രണങ്ങളിലേക്ക്, അച്ചടക്കത്തിലേക്ക് നമ്മുടെ യുവതലമുറയെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന തലമുറയെ വളർത്തിയാൽ ലോകത്തിലെ ഏറ്റവും പ്രതിഭാശാലികളായി മാറും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ലാത്ത ജനസമൂഹമാണ്. അതുകൊണ്ടാണല്ലോ ഈ 145ാമത്തെ രാജ്യത്തും പോയിട്ട് ഞാൻ ധൈര്യമായിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്നത്. എനിക്ക് അവിടെ എവിടെയും താമസിച്ചു പോയല്ലായിരുന്നു. എനിക്ക് ഈ നാടിലെയാണ് വിശ്വാസം, ഈ നാടിൽ തന്നെയാണ് പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഒരു സംശയവുമില്ലാതെ ഞാൻ പറയും, നമ്മുടെ നാട്, നമ്മുടെ ജനങ്ങൾ, നമ്മുടെ യുവസമൂഹം ഏറ്റവും മിടുക്കൻ തന്നെയാണ്. പക്ഷെ അവരെ ഈ പറഞ്ഞ പോലെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കേണ്ടതുണ്ട്, ഒന്ന് മോൾഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. താങ്ക് യു സോ മച്ച്. സമയത്തിന്റെ പരിമിതി കൊണ്ടാണ്, ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് അറിയാം.